ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃത സമൂഹത്തിനും കാണും ഒരു VIP. പക്ഷെ ലോകത്തെവിടെയും VIP ആകാൻ വേണ്ട മിനിമം യോഗ്യതകളൊക്കെയുണ്ട്. കൊള്ളാവുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കുക. പക്ഷെ സഹ്യൻ കടന്ന് കേരളത്തിലെത്തിയാൽ സ്ഥിതി ആകെ മാറും. മലയാളിക്ക് VIP ആകാൻ പല വഴികളുണ്ട്. കേരളത്തിൽ ആസ്ഥാന പ്രമുഖ സ്ഥാനം കൽപ്പിച്ച് അലങ്കരിച്ച് കിട്ടിയാൽ പിന്നെ ചില രീതികളൊക്കെയുണ്ട്. എങ്ങും കാത്തു നിൽക്കില്ല. ഗുരുവായൂരും ശബരിമലയിലും പോലും ഇക്കൂട്ടർക്ക് വേറെ പരിഗണന കിട്ടും. പിന്നെയാണോ സിനിമാ തിയേറ്ററിലും ബസ് സ്റ്റാൻഡിലും വിമാനത്താവളത്തിലുമൊക്കെ ക്യൂ നിൽക്കുന്നത്? ചിന്തിക്കാനേ വയ്യ. അഥവാ ക്യൂ എങ്ങാനും നിന്നാൽ തനിക്ക് അനുവദിച്ചു കിട്ടിയ പ്രമുഖ പട്ടം അലിഞ്ഞില്ലാതാകുമെന്ന് ഇക്കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നു. അമേരിക്കൻ മലയാളികൾക്കിടയിൽ 4 പേരറിയുന്ന ബിനോയ് എന്ന ചെറുപ്പക്കാരന് പക്ഷേ കേരളത്തിലെ രീതികൾ വലിയ പരിചയമുണ്ടായിരുന്നില്ല. അമേരിക്കയിലെ ഏറെക്കാലത്തെ ജീവിതം കൊണ്ടാകണം ബിനോയ്ക്ക് ചില മര്യാദകളൊക്കെ ഉണ്ടായിപ്പോയി. കേരളത്തിൽ ക്യൂ നിൽക്കുന്നത് മഹാപാപമാണെന്ന പൊതുധാരണ പാവം ബിനോയ് അറിഞ്ഞിരുന്നില്ല. ക്യൂ തെറ്റിച്ച് മുന്നിലേക്ക് കടന്നു കയറിയ ഒരാളെ ശ്രദ്ധിച്ച ബിനോയ് പെട്ടെന്ന് പിന്നിൽ നിന്ന് വിളിച്ചതും അറിവില്ലായ്മ കൊണ്ടാവണം. ഇത് ക്യൂ ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിനോയ് ആളെ പിന്നിൽ നിന്നും വിളിച്ചത്. അത്രയൊക്കെയേ ബിനോയ് നേരെ ഓർക്കുന്നുള്ളൂ. പിന്നെ കേട്ടത് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുതരം വാക്കിളക്കം ആയിരുന്നത്രേ. വാക്കിളക്കമെന്ന് പറഞ്ഞാൽ വെർബൽ ഡയറിയ. ക്യൂ തെറ്റിച്ചത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. ആധുനിക മലയാളത്തിൻ്റെ മാതാവെന്ന് ഫേസ്ബുക്ക് ഗുണ്ടകൾ ഓമന പേര് നൽകിയ അവതാര താരിക. ആ രഞ്ജിനിയോട് ക്യൂ തെറ്റിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയ മഹാപാപിയും നരാധമനുമായ ബിനോയ് എന്ന വിചിത്ര ജീവിയെ തേടി ആദ്യമെത്തിയത് വിമാനത്താവള ഉദ്യോഗസ്ഥരായിരുന്നുവത്രേ. അയ്യോ, രഞ്ജിനിയെ അറിയില്ലേ എന്നായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. ബിനോയ്, ഭാര്യ, 2 മക്കൾ, ഇവർക്കെല്ലാമെതിരെ കേട്ടാലും കണ്ടാലും അറിയാവുന്ന എല്ലാ വകുപ്പുമിട്ട് തട്ടി അകത്താക്കി കളയുമെന്ന് മറ്റു യാത്രക്കാർക്ക് തോന്നിത്തുടങ്ങി. സംഗതി കേരളമാണെന്ന് ചിലർക്കെങ്കിലും ധാരണ കിട്ടി. പോലീസ് എത്തിയപ്പോഴേക്കും യാത്രക്കാരിൽ വലിയൊരു വിഭാഗവും ബിനോയിയെ ന്യായീകരിക്കാൻ രംഗത്തുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ഏതായാലും സംഘടനയുടെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അതിൽ ഏറ്റവും എന്നുവെച്ചാൽ നാട്ടിൽ നിന്ന് 14 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. അവരെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ചെയ്തതിൽ അത് ധാരാളം ആളുകൾ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിന് ബിനോയ് ചെറിയാനെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കൊന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാത്തത്. ന്യൂയോർക്കിലെ കേരള കൾച്ചറൽ അസോസിയേഷൻ അതിൻ്റെ ജോയിൻറ്റ് ട്രഷററാണ് ബിനോയ് ചെറിയാൻ. അദ്ദേഹത്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് അവിടെ നിന്നുള്ള ധാരാളം ആളുകൾ ഇതിന് കൺസേൺ ആണ്. അതിൻ്റെ ഇത് അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ അത് ഏറ്റവും നല്ല രീതിയിൽ അത് പരിഹരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യാത്രക്കാരുടെ നിലപാട് കൊണ്ട് തന്നെ പക്ഷം പിടിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. രഞ്ജിനി ബിനോയ്ക്കെതിരെയും ബിനോയിയുടെ ഭാര്യ രഞ്ജിനിക്കെതിരെയും നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചു. പ്രവാസികൾ വിഷയം ഓൺലൈനിലാക്കി. രഞ്ജിനിയുടെ പരമ്പരാഗത ശത്രുക്കൾ കൂടി ഒപ്പം കൂടിയതോടെ പോസ്റ്റായി, പടം വരെയായി, ഫോട്ടോഷോപ്പായി. രഞ്ജിനി ഹരിദാസ് എന്ന പേര് ഏറെക്കുറെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൃതപരുവമായി. പൊതുവെ സ്ത്രീസ്നേഹികളൊന്നും രഞ്ജിനിക്ക് വേണ്ടി രംഗത്ത് വരാത്തതിന് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടോ എന്നും അറിയില്ല. എന്തായാലും അമേരിക്കൻ മലയാളികളുടെ ഒരു സംഘടനാ നേതാവ് കൂടിയായ ബിനോയ് വിഷയം അവരും ഏറ്റെടുത്തു. നോർമലി ഒരു ക്യൂ തെറ്റിക്കുക എന്നുള്ളത് ഒരു തെറ്റായ സംഭവമല്ല. അത് ആർക്കും ക്യൂ തെറ്റിക്കാം. പക്ഷേ അത് എഗൻസ്റ്റ് റൂളാണ്. അത് അമേരിക്കയിൽ സംഭവിച്ചാൽ അതിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു സെക്യൂരിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. പോൾ കറുവാപ്പള്ളി പറഞ്ഞ പോലെ തന്നെ ആ സെക്യൂരിറ്റി ഓൾവേസ് നമ്മളെ വാച്ച് ചെയ്യും. ക്യൂ തെറ്റിക്കുമ്പോൾ അവർ നമ്മളെ വന്ന് റൈറ്റ് ക്യൂവിലേക്ക് ആക്കുകയാണ് സ്വാഭാവികമായും നടക്കുന്നത്. അതും ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോലീസിനെ വിളിച്ച് പോലീസ് അതിന് നിയമപരമായുള്ള നടപടിയിലേക്ക് മുന്നോട്ട് പോകും.
വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് രഞ്ജിനിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന ബോധ്യമായി എന്നാണ് വിവരം. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും പീഡന കുറ്റം ചുമത്തി മുള്ളിനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്ന നാട്ടിലേക്കാണ് താൻ വന്നുപെട്ടതെന്ന് ബിനോയ് തിരിച്ചറിഞ്ഞു കാണും. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷിക്കണേ എന്ന പ്രാർത്ഥന അവിടെ നിന്നും ഉയരുന്നതായി അടുത്ത വൃത്തങ്ങൾ അടക്കം പറയുന്നു.